ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന വലിയൊരു കാര്യം ചെയ്തതിൻ്റെ ആ ഒരു നന്മയും ഇതൊക്കെ നമ്മുടെ നയനയ്ക്ക് കിട്ടി. ഈ സമയത്ത് ഇതെല്ലാം കണ്ടും കേട്ടും ദേവയാനിക്ക് ഭയങ്കര കലിപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ദേവയാനിയെ വിളിച്ചിരുത്തി എല്ലാവരും ചോദ്യം ചെയ്യുന്നു, നീ ഒരു നല്ല സ്ത്രീയാണോ? അപ്പം നയനയെ കുറ്റപ്പെടുത്തുന്നത് കേട്ടപ്പം നീ ഒരു നല്ല സ്ത്രീയാണോ എന്നും ചോദിച്ചുകൊണ്ട് ദേവയാനിയെ കുറ്റപ്പെടുത്തുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ദേവയാനിക്ക് ശരിക്കും ദേഷ്യം വന്നു കേട്ടോ. കാരണം ദേവയാനിയെ അങ്ങനെ ഒരു ചീത്ത സ്ത്രീയാക്കി ഇവർ ചിത്രീകരിക്കുന്നത്. അപ്പോൾ നയനയെ നല്ലതാക്കുന്നു, ദേവയാനിയെ ചീത്തയാക്കുന്നു. ഇതാണ് ദേവയാനിയുടെ പ്രശ്നം. അങ്ങനെ ദേവയാനിയോട് ഇനിയെങ്കിലും നല്ലൊരു സ്ത്രീയായി, അമ്മയായി, അമ്മായിയമ്മയൊക്കെ ആയി ജീവിക്കാനൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ സമയത്ത് ജലജയും നയനിയും ആദർശമൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നുള്ളൂ. എന്തായാലും കിട്ടിയ അവസരമല്ലേ, ജലജ അങ്ങെടുത്ത് ഉപയോഗിക്കുകയാണ്. എൻ്റെ പൊന്നേട്ടത്തി, ഇവളുണ്ടല്ലോ, ഇവൾ ആരാ മുതലെന്ന് ഏട്ടത്തിക്ക് അറിയാവോ? ഇപ്പം ഇവളെ അനുമോദിക്കാനാണെന്ന് പറഞ്ഞ് കുറേ പേര് വന്നില്ലേ, അത് ഇവളുടെ തന്നെ ആൾക്കാരാണോ, ഇവൾ തന്നെ ഇറക്കുമതി ചെയ്തതാണോ എന്നൊക്കെ ആർക്കറിയാം. ഇവളുടെ സ്വഭാവത്തിന് ഇവൾ ഇതും ചെയ്യും. എല്ലാവരുടെയും മുന്നിൽ നല്ലവളാകാൻ വേണ്ടിയിട്ടേ അവരെ ഇങ്ങോട്ട് ഇറക്കിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ജലജ ഇങ്ങനെ പറഞ്ഞപ്പോൾ നയന പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയന അന്നേരം പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം നീ കൂടുതൽ നല്ലവളാകാനൊന്നും ശ്രമിക്കേണ്ടെന്നും ഈ ജന്മത്ത് നീ എൻ്റെ മരുമകളായോ എൻ്റെ മകൻ്റെ ഭാര്യയായോ ഈ വീട്ടിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അതായത് മകൻ്റെ ജീവിതത്തിൽ ഈ ജന്മം നീ ഭാര്യയാകില്ലെന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മകൻ ഞെട്ടിപ്പോയി. ഇത്രയും നാളും തലയിൽ ചുമന്നുകൊണ്ട് നടന്ന അമ്മയുടെ തനിനിറം എന്താണെന്ന് മകൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുക നമ്മുടെ ആദർശ്. എൻ്റെ മകൻ ഞാൻ പറയുന്നതിനപ്പുറം പോകില്ലെന്നും ഞാൻ പറയുന്നതിനപ്പുറം അവൻ പോയാൽ പിന്നെ അവൻ അമ്മയുണ്ടാകില്ലെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആദർശം ഞെട്ടിപ്പോയി. കാരണം അങ്ങനെ ഒരു കാര്യം എടുത്തിട്ടാൽ മാത്രമേ മകൻ അത് അംഗീകരിക്കുകയുള്ളൂ എന്ന് ദേവയാനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ദേവയാനി ആ ഒരു കാര്യം കറക്റ്റായിട്ട് അങ്ങ് ചെയ്തു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മുടെ നയനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കും. ഇതൊക്കെ കേട്ടപ്പോൾ ജലജയ്ക്ക് ഒത്തിരി സന്തോഷമായി. എന്നിട്ട് ഈ ജന്മത്ത് ആരൊക്കെ നിന്നെ അംഗീകരിച്ചാലും ഞാൻ അംഗീകരിക്കില്ലെന്നും എനിക്ക് കിട്ടുന്ന ഓരോ തിരിച്ചടിക്കും ഇതിൻ്റെ 10 ഇരട്ടി ശക്തിയിൽ ഞാൻ നിനക്കിട്ടുള്ളത് തരും, നീ കാത്തിരുന്നോളാനും നയനയോട് ദേവയാനി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് പറഞ്ഞിട്ട് പോകുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവയാനിയുടെ വാക്കുകളല്ലേ, അത് ആദർശന് ശരിക്കും വേദനിച്ചു. അതുപോലെ തന്നെ നയനയ്ക്കും വേദനിച്ചു. ആദർശന് വേദനിച്ചെങ്കിലും ആദർശന് അത് പുറത്ത് കാണിക്കാനായിട്ട് കഴിയില്ലല്ലോ. എന്തായാലും ആ ഒരു സംഭവവും കാര്യങ്ങളും എല്ലാം അവിടെ അങ്ങനെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അഭിയും നവ്യയും കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു. കുറേ നേരമായിട്ടും ഡോക്ടർ വന്നില്ല. അപ്പോഴത്തേക്കും നവ്യ അതൊരു ഇതായിട്ട് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ ഈ അഭിയോട് ഇത്രയും നേരമായി, അഭിയുടെ സമയത്തിന് ഒരു വിലയും ഇല്ല, ഈ ഹോസ്പിറ്റലിൽ എന്തിങ്ങനെ, നമുക്കിവിടെ ഡോക്ടറെ കാണണ്ട, നമുക്കിവിടെ നിന്ന് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അഭി മിണ്ടാതിരിക്കുക, നീ എന്നെ ഇങ്ങനെ, ഇത് ഹോസ്പിറ്റലാണ്, നിനക്ക് എന്താ ഡോക്ടറെ കാണുന്ന കാര്യം പറയുമ്പോൾ ഇത്ര പേടി എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ അത് പിന്നെ നിനക്ക് തിരക്കല്ലേ, അതാ ഞാൻ പറഞ്ഞത്, അല്ലാതെ എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ലെന്നും പറഞ്ഞിട്ട് നവ്യ പറയും, എൻ്റെ കുഴപ്പമൊന്നും നീ കണക്കാക്കേണ്ട കാര്യമില്ല, ഇന്ന് നീ ഇവിടെ നിന്ന് ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വരാതെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ അഭിക്ക് സമയം പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ചെന്ന് അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വരാൻ കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് തക്കെന്ന് ഓർത്ത് നവ്യ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുക. എന്നിട്ട് ഇവരിതേ രണ്ടുപേരും കൂടി പോകാനായിട്ട് വേറൊരു ദിവസം വരാമെന്നും പറഞ്ഞ് പോകാൻ ഇറങ്ങണം. അപ്പോഴേക്കും ആ റിസപ്ഷനിലിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു, ദേ ഡോക്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞു, ഇവരെ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഇവർ കയറി ചെന്ന് കഴിഞ്ഞപ്പം ഇവരെ കണ്ടതും ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അഭിയോട് കുറച്ച് നേരം പുറത്ത് നിൽക്കാനായിട്ട് പറഞ്ഞു. അഭി പുറത്ത് നിന്നപ്പോഴത്തേക്കും നവ്യ കയ്യേകാലെ പിടിക്കാൻ തുടങ്ങി. താൻ എന്തിനാണോ ഇവിടെ വന്നത്, ഇനി ഇവിടെയും കൂടി എന്നെ കള്ളത്തരം പറയിപ്പിക്കാനാണോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അത് പിന്നെ എന്നെ രക്ഷിക്കണം ഡോക്ടർ, എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല, എനിക്ക് സഹായം ചോദിക്കാൻ വേറെ ആരുമില്ല ഡോക്ടർ എന്നെ സഹായിക്കണം, എന്നെ കൈയൊഴിയരുതെന്നും പറഞ്ഞ് ഡോക്ടറുടെ കാല് പിടിക്കുക. മതി വേണ്ട നിർത്തിക്കോളാൻ പറഞ്ഞു. ഹസ്ബൻഡിനെ വിളിക്കാൻ പറഞ്ഞു. നവ്യ ചെന്ന് ഹസ്ബൻഡിനെ വിളിച്ചു. അങ്ങനെ അഭി കയറി വന്ന് ഇരുന്നു കഴിഞ്ഞപ്പം എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിച്ചു. ഇവൾക്കൊരു ഗർഭിണികളുടേതായ യാതൊരു രീതിയിലുള്ള ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ ഒരു സൂചനകളോ പോലും ഇല്ല. കണ്ണി കാണുന്നതൊക്കെ മേടിച്ച് കഴിക്കും, ഡോക്ടറെ എടുത്ത് കഴിക്കും, അങ്ങനെയൊക്കെ കഴിച്ച് എന്നും ഓരോരോ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ ഈ സമയത്ത് അതൊക്കെ സർവ്വസാധാരണമാണല്ലോ. ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി വരും. അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ പേരിൽ എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിനേക്കാളും ഒക്കെ ഉപരി വേണ്ടത് ഭർത്താവിൻ്റെ സ്നേഹവും കരുതലും സാമീപ്യവും ഒക്കെയാണെന്നും അപ്പോൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വേണ്ടുന്ന രീതിക്ക് തന്നെ മേടിച്ചു കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ മതി. എന്നാൽ മാത്രമേ ആ ഒരു ഇതിലേക്ക് മുന്നോട്ട് പോവുകയുള്ളൂ. മാസം ചെല്ലും തോറും കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയല്ലേ.
അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ശരി ഡോക്ടർ എന്നൊക്കെ അബിയും പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് എന്നാൽ പൊക്കോളാൻ പറഞ്ഞു. ഡോക്ടർ ഇവരെ പറഞ്ഞു വിടുക. ഇവരങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ അഭി താങ്ക്സ് ഒക്കെ പറഞ്ഞു പോന്നു. ഒരുപാട് നന്ദി. അഭി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്ന് ഡോക്ടറുടെ നേരെ നോക്കി നവ്യ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ടാണ് നവ്യ ഇങ്ങ് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈശ്വര ഈ പെണ്ണ് എന്തൊരു സാധനമാണെന്ന് ഡോക്ടർ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയയാണ്. അനിയാണെങ്കിൽ വീട്ടിലിങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നയനയെ അന്വേഷിച്ച് ചെല്ലുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതേ കയ്യിൽ ക്യൂട്ടക്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അപ്പച്ചീനെയൊക്കെ കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഓഹോ ക്യൂട്ടക്സ് ഇടുവാണോ എന്ന് ചോദിച്ചു. എന്താ ക്യൂട്ടക്സ് ഇടുന്നതിന് ഇപ്പോൾ ഇത്രയും കാലമായിട്ടും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ നീ എന്തിനാ ഇപ്പം ശ്രദ്ധിക്കുന്നതെന്ന് നേരം ചോദിക്കുക. വെറുതെ നോക്കിയെന്നേ ഉള്ളേന്നും പറഞ്ഞുകൊണ്ട് നേരെ നയനക്കരികിലേക്ക് ചെന്നു. ഏട്ടത്തി എന്നും പറഞ്ഞ് വിളിച്ചു. എന്താ ഇനി? അല്ല എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വന്നായിരുന്നു ഏട്ടത്തി. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അല്ല വന്നോന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല ഇത്രയും നാളില്ലാത്തൊരു അന്വേഷണം ചോദ്യമൊക്കെ ഇപ്പം എന്താണെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ജാനകി അവിടെ ഉണ്ടായിരുന്നു. എന്താടാ ആരാ നിനക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നത്? എന്താ നീ ഒളിക്കുന്നതെന്നൊക്കെ അമ്മ ചോദിച്ചപ്പോൾ ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു. അപ്പം നയന പറഞ്ഞു നിൻ്റെ ഗിഫ്റ്റ് ഇതേ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് ചെന്നു. അന്നേരം അവിടുത്തെ ഒരു വലിയ കാസ്ട്രോളിൻ്റെ പാത്രമുണ്ട്. ആ കാസ്ട്രോൾ തുറന്നു നോക്കാൻ പറഞ്ഞു. അനി ആ കാസ്ട്രോൾ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്തതേ ആ ഒരു സമ്മാനം ഇരിക്കുക. അപ്പോൾ ആ സമ്മാനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അനി അത് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആദർശതല വരുന്നത്. എന്താടാ കാസ്ട്രോളിൻ്റെ പാത്രത്തിൽ നിന്നൊക്കെ സമ്മാനം എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതെനിക്ക് എൻ്റെ ഏട്ടത്തി തന്നതാണെന്നും എൻ്റെ ഏട്ടത്തി തന്നെ ഒരു വലിയൊരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റായ എൻ്റെ ഏട്ടത്തി എനിക്ക് തന്ന ഗിഫ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് ആദർശിൻ്റെ മുന്നിൽ നിന്ന് അനി ഇങ്ങനെ പറഞ്ഞപ്പോൾ മതി നിന്ന് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ഇതെന്താണെന്നാണ് നിന്നോട് ചോദിച്ചതെന്ന് ആദർശ് പറഞ്ഞപ്പോൾ ഇതൊന്നും പറയാറായിട്ടില്ല, ഇതൊക്കെ പറയാറാകുമ്പോൾ ഞാൻ പറയാം കേട്ടോ എന്നും പറഞ്ഞ് അങ്ങനെ പറയാം. അങ്ങനെ ആ ഒരു കാര്യം അതിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനി അതെടുത്ത് വായിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി എവിടെയോ എത്തും എന്നുള്ളൊരു മെസ്സേജ് അയച്ചതാണ്. അങ്ങനെ എന്തായാലും നമ്മുടെ അനി അതും കണ്ടിട്ട് അവിടെ നിന്ന് പറന്നു പോയി നമ്മുടെ ആരാധികയെ കാണാനായിട്ട്. അങ്ങനെ പോണ വഴിക്ക് നമ്മുടെ നന്ദുവിനെ കണ്ടപ്പോൾ നന്ദുവിനോട് പറഞ്ഞു ഇങ്ങനെ വരും എന്നുള്ള കാര്യം. ഇപ്പം അതായിരിക്കും ധൃതിയല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് അവരെ കാണാനുള്ളൊരു ആകാംക്ഷ അത് നന്ദുവിനെ അറിയാമല്ലോ. നമ്മളൊക്കെ അധികപ്പറ്റായെന്ന് ചോദിച്ചപ്പം അതെന്ത് പറച്ചിലാടോ താനീ പറയുന്നത്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ന് ഏറ്റവും നല്ല അടുത്ത സുഹൃത്തും ഫ്രണ്ടും താനായിരിക്കും, അല്ലാതെ മറ്റാർക്കും അവിടെ ഒരു സ്ഥാനമില്ല എന്നും പറഞ്ഞുകൊണ്ടും അനി ഇങ്ങനെ നന്ദുവിനോട് പറഞ്ഞപ്പോൾ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുക. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതിങ്ങനെ നടന്നു. അങ്ങനെ നമ്മുടെ അനി ആ പെൺകുട്ടിയെ കാണാനായിട്ട് പോയി. അങ്ങനെ അവിടെ ചെന്നു ആ പെൺകുട്ടിയെ കണ്ടു. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് എന്താ വരാത്തെന്ന് ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നു അനി അവിടെ പെൺകുട്ടിയെ കാണാനായിട്ട്. അപ്പോഴത്തേക്ക് ആ പെൺകുട്ടി അവിടെ നിന്ന് നടന്നു വരുന്നത് കണ്ടു. ഇതേ സമയത്ത് നമ്മുടെ ആദർശ് വീട്ടിലിങ്ങനെ ഇരിക്കുക. ആദർശ് വീട്ടിലിരിക്കുന്ന സമയം ആദർശിൻ്റെ മുന്നിലേക്ക് നമ്മുടെ മുത്തശ്ശൻ ചെന്നിട്ട് ആദർശിനെ ഉപദേശിക്കുകയാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദർശിന് വിഷമമുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശന് നന്നായിട്ട് അറിയാം. എന്തിനാണ് മോൻ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു. എടാ കുടുംബജീവിതമാകുമ്പോൾ വിട്ടുവീഴ്ചകൾ ഒരുപാട് വേണ്ടി വരും. ഞാനും നിൻ്റെ മുത്തശ്ശിയും ഇന്നും സന്തോഷത്തോടെ ഒത്തൊരുമയോടെ ഇങ്ങനെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും ചോദിക്കാറില്ലേ? നീ അടക്കം എല്ലാവരും ചോദിക്കാറില്ലേ? അപ്പം പിന്നെ നിൻ്റെ ജീവിതത്തിൽ നീ എന്താ അതൊന്ന് പകർത്താനായിട്ട് ശ്രമിക്കാത്തതെന്ന് ചോദിച്ചു. നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി നീ എത്രത്തോളമാണ് നിൻ്റെ ഭാര്യയെ കരയിക്കുന്നത് എന്ന് നിനക്ക് അറിയാവോ? ജീവിതമാകുമ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും. അതെല്ലാം പൊരുത്തപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഒരു വിജയത്തോടു കൂടി ആ ജീവിതം ജീവിച്ചു തീർക്കാൻ കഴിയുകയുള്ളൂ എന്നും അവളെപ്പോലെ നല്ലൊരു ഭാര്യയെ കിട്ടി നീ ഒരു ഭാഗ്യവാൻ തന്നെയാണ്. പക്ഷേ നയനമോളെ വേദനിപ്പിക്കാതെ നയനമോളെ ഒരിക്കലെങ്കിലും ഒന്ന് അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ നീ ഒന്ന് ശ്രമിച്ചു നോക്കുക. അവിടെ നിനക്ക് നയനമോളുടെ നന്മകളെല്ലാം മനസ്സിലാകുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ നൽകി. പക്ഷെ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാനോ നമ്മുടെ ആദർശ് തയ്യാറാകുന്നില്ല. കാരണം എന്താ? ആദർശിന് അമ്മ പറഞ്ഞ കാര്യം. പക്ഷേ അമ്മയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മകൻ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ആദർശിന് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളുമൊക്കെ അവിടെ മുത്തശ്ശൻ ആദർശിനെ ഉപദേശിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് വേണ്ടത് എന്നുള്ളത് നിൻ്റെ തീരുമാനമാണെന്നും കൂടെ മുത്തശ്ശൻ അങ്ങ് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം അങ്ങനെ അവരുടെ സംസാരങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ അനിയിലേക്ക് തന്നെ കാര്യങ്ങൾ വരുന്നു. അനിയെ ആ പെൺകുട്ടി വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ലൊരു സുന്ദരി പെൺകുട്ടിയാണ് വന്നത്. അങ്ങനെ ആ പെൺകുട്ടി ഇതെന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പരസ്പരം പരിചയപ്പെട്ടല്ലോ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല എൻ്റെ ആരാധിക ഒന്ന് കണ്ണിറയെ കാണുകയായിരുന്നു എന്ന് പറഞ്ഞപ്പം
ദേ ഇത് നോക്കിക്കേന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ കുറേ പേപ്പറുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ഞാൻ തനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാനൊന്ന് വായിച്ച് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം അതിനെന്താ വായിച്ച് നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ അനി കൊടുത്ത പേപ്പറൊക്കെ ആ പെൺകുട്ടി വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ അനി ആ പെൺകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും അനിയുടെ ജീവിതത്തിൽ ചെറിയ ട്വിസ്റ്റുകളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ അഭിയും അതുപോലെ തന്നെ നവ്യയും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവരും ഇരിക്കുക. അപ്പോൾ കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞതെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് അഭിയും പറഞ്ഞു. അവൾക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നും പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജാനകി ചോദിച്ചു, ഈ 2 മാസമായി, ഈ 2 മാസത്തിൻ്റേതായ ഒരു മാറ്റവും നവ്യയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ആ ഒരു ഇതിലോ ഉണ്ടാകുന്നില്ലല്ലോ, അതെന്താ കാരണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ നയനെ അവിടെ നിന്ന് ഇങ്ങനെ പേടിച്ച് നിൽക്കുക, ദൈവമേ ഇപ്പം എല്ലാം പൊളിയോ എന്നുള്ളൊരിതിൽ. അപ്പോഴേക്കും നവ്യ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല വെട്ടിച്ചിങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, അത് പിന്നെ എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ വയറ്റിൽ ഞാനായിരുന്ന സമയത്ത് എനിക്കുള്ളതുപോലെ തന്നെയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചോദിക്കുമായിരുന്നു എന്ന്, ഇത് ഗർഭിണിയാണോ എന്ന്. എൻ്റെ അമ്മയ്ക്ക് ഉള്ള അതേ ആ ഒരു ഇത് തന്നെയാണ് എനിക്കും എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് തടി തപ്പാൻ നോക്കുമ്പോൾ ദേവയാനി പറഞ്ഞു, മതി നിർത്തിക്കോ, ഇനി നീ നിൻ്റെ കുടുംബക്കാരുടെ ചരിത്രം ഒന്നും കൂടെ വിളമ്പാൻ നിൽക്കേണ്ട. നിൻ്റെ കുടുംബക്കാരുടെ ചരിത്രം എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, മതി നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിൽ നമ്മുടെ ദേവയാനി ഇങ്ങനെ പറഞ്ഞപ്പം നയന ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ നോക്കുന്നു. കാരണം നയനയ്ക്കല്ലേ സത്യം അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ.